Hello everyone, welcome to Civils 360 Means Master Class. അപ്പോൾ നമ്മുടെ UPSC പ്രിലിംസ് റിസൾട്ടൊക്കെ വന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അല്ലേ, ഒരുപാട് നാളിലെ വെയിറ്റ് ഇങ്ങനെ ഇരുന്നൊരു എക്സാം ആയിരുന്നു. കുറേ പേർക്ക് അത് നഷ്ടമായി, കുറേ പേര് അത് പാസ്സായി. നഷ്ടമായവർ അതിനെപ്പറ്റി വിഷമിക്കേ വേണ്ട, ഉറപ്പായിട്ട് നമുക്ക് ഉടനെ അടുത്തതിൽ പിടിക്കാം. അപ്പോൾ നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞു, നമ്മുടെ റിസൾട്ടൊക്കെ വന്നിട്ട് അടുത്ത മെയിൻസിൻ്റെ പരിപാടിയിലേക്ക് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു അല്ലേ. മെയിൻസ് എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, മെയിൻസിന് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എങ്ങനെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്, അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ബഹളത്തിലായിരിക്കും നിങ്ങൾ ഓരോ ആസ്പിറൻസ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മെയിൻസ് പരീക്ഷയിൽ ഏറ്റവും മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ളതും എന്നാൽ എല്ലാ ആസ്പിറൻസും അത്ര ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മുടെ എസ്സേ പേപ്പർ, അതെ. നമ്മളെല്ലാവരും മിക്കവരും എന്ത് ചെയ്യുക, എസ്സേയുടെ ഒരു 2-3 ദിവസത്തിന് മുന്നേ ആയിരിക്കും എസ്സേ പരീക്ഷയെ പറ്റിയിട്ട് നമുക്കൊരു ബോധം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എസ്സേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് പോകും. പക്ഷെ ആക്ച്വലി അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ്. എല്ലാവരും എന്ത് ചെയ്യും, ആ എസ്സേ ഒന്നും പ്രാക്ടീസ് ചെയ്യത്തില്ല. ഇൻ കേസ് നമ്മൾ എസ്സേ പ്രാക്ടീസ് ചെയ്താലും നമുക്കറിയില്ല അത് എങ്ങനെയൊക്കെയാണ് എസ്സേ വരിക. നമ്മൾ കുറേ കണ്ടൻ്റൊക്കെ അങ്ങ് പഠിച്ചു വയ്ക്കും ഒരു കാര്യമില്ലാണ്ട്. അപ്പം നമുക്ക് ഈ സെഷനിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എസ്സേ നമുക്ക് എഴുതാം, അത് എസ്സേ നമുക്ക് എങ്ങനെ മാസ്റ്റർ ചെയ്യാന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് എസ്സേക്ക് 140+ മാർക്സ് നേടാൻ കഴിയാന്നുള്ളത്. അത് ഒരു ടാസ്ക് ആയിട്ടാണ് മിക്ക കുട്ടികളും കാണുന്നത്. 140+ ഒക്കെ കിട്ടുമോ എസ്സേക്ക് എന്ന് വരെ ചോദിക്കുന്നവരുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 140+ എന്തായാലും കിട്ടും. Let's get into the session. നമുക്ക് നോക്കാം, എസ്സേ എന്തുകൊണ്ട് പഠിക്കണം അല്ലെങ്കിൽ പഠിക്കണ്ട എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. അല്ലെങ്കിൽ എസ്സേ പഠിക്കണ്ട വേണ്ട അതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ എസ്സേ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള നിങ്ങളൊരു റാങ്ക് ഡിസൈഡർ ആണ് എന്ത് എസ്സേ എന്ന് പറയുന്നത്. എസ്സേ എന്തുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത്. എല്ലാവരും GS മാർക്സ് എടുക്കുമ്പോൾ ഈ കുട്ടികൾക്ക് തമ്മിൽ GS മാർക്സിനൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസേ വരാറുള്ളൂ, കുറച്ച് മാർക്കിൻ്റെ വേരിയേഷൻസ്. പക്ഷേ ഈ എസ്സേയുടെ മാർക്കാണ് ശരിക്കും അവരിലൊരു മാർക്കിൻ്റെ ഒരു വേരിയേഷൻ വളരെ വലുത് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ എസ്സേയുടെ മാർക്ക് കൊണ്ട് മാത്രമായിട്ടും റാങ്കിൽ ഒത്തിരി റാങ്കിന് മുകളിൽ വരുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും എസ്സേക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് ചെയ്യുന്ന മണ്ടത്തരം എന്ത് തന്നെയാണ്, മണ്ടത്തരമൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും നമ്മൾ വിട്ടുപോകും. നമ്മൾ GSും ഓപ്ഷണലും പഠിക്കുന്നതിൻ്റെ പുറകെ ഓടുമ്പോൾ ഈ എസ്സേ പേപ്പർ ഉണ്ട് എന്ന് പോലും നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷെ ആ മറവി കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കട്ട് ഓഫിന് ഒരു 10-15 മാർക്കിന് താഴെ പോകുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കയറി റാങ്ക് നോക്കുമ്പോൾ ഒത്തിരി നമ്മളങ്ങ് ഒരുപാടങ്ങ് താഴെ പോയി. എന്നാൽ മാർക്ക് ലിസ്റ്റ് വരുമ്പോഴാണെങ്കിലോ എസ്സേ ഇച്ചിരി കൂടെ ഒന്ന് എസ്സേ പഠിച്ചിരുന്നെങ്കിൽ കയറി പോകാമായിരുന്നു എന്നൊരു തോട്ടായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും GS സബ്ജക്ട്സും ഓപ്ഷണലും കറണ്ട് അഫയേഴ്സും ഒക്കെ ഇങ്ങനെയൊന്ന് പഠിക്കും, എസ്സേ പ്രാക്ടീസ് ചെയ്യില്ല. അതായിരുന്നു അടുത്ത നമ്മുടെ ഒരു പ്രശ്നം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റാങ്ക് നമുക്കൊരു വിധത്തിൽ ഉറപ്പിക്കാൻ പറ്റും. എസ്സേ പഠിക്കുക, ഇത് നമ്മൾ മറ്റ് സബ്ജക്ട്സ് പഠിക്കുന്നതിൻ്റെ കൂടെ GSും ഓപ്ഷണലും കറണ്ട് അഫയേഴ്സും ഒക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ എസ്സേക്കും അതേ വെയിറ്റേജ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, UPSC ആക്ച്വലി എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്ന എസ്സേയിൽ? നിങ്ങൾക്ക് ഒരുപാട് കോണ്ടന്റ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ എന്തായാലും GSും ഇതൊക്കെ പഠിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് കോണ്ടന്റ് ഉണ്ട്. ഈ കോണ്ടന്റ് എല്ലാം തന്നെ പേപ്പറിലേക്ക് വന്നാൽ നമ്മൾ പേപ്പറിലേക്ക് കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ്സേക്ക് മാർക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടാൻ പോലില്ല. നമുക്ക് എന്ത് ശരിക്കും വേണ്ടത്, UPSC എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എസ്സേയിൽ? UPSC എന്താണ് നമ്മുടെ എസ്സേ പേപ്പർ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എസ്സേ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ഒരാൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് തിങ്കിങ് ടെസ്റ്റ്. നമുക്ക് നല്ലോണം ചിന്തിക്കാനുള്ള കഴിവ്, അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് എത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ കഴിയും, നമ്മൾ ബ്രോഡായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മൾ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 360 ഡിഗ്രി നമ്മൾ ചിന്തിക്കണം.
അപ്പോൾ നമ്മളെല്ലാം എന്താണ് AI ടെക്നോളജീസ് ആണ് അല്ലേ, അതേപോലെ എല്ലാം നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു സമയമാണ്. സോ 360 ഡിഗ്രി നമ്മൾ എത്രത്തോളം നമുക്ക് വൈഡായിട്ട് ഒരു കൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ അവിടെയാണ് നിങ്ങൾക്ക് എസ്സേക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ ഒരു ഇൻഫോർമേഷൻ കളക്ഷൻ അല്ല എസ്സേ എന്ന് പറയുന്നത്, ഒരു ഐഡിയ ഡെവലപ്മെന്റ് ആണ്. അതായത് ലോഡ് ഓഫ് ഇൻഫർമേഷൻസ് കുത്തി നിറച്ചുകൊണ്ടുണ്ടാവുന്ന എസ്സേക്കും പിന്നെ ഒരുപാട് ഐഡിയോളജീസ്, ഒരു ക്രിയേറ്റീവ് എസ്സേ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രിയേറ്റീവ് എസ്സേക്കായിരിക്കും കൂടുതലും മാർക്ക് വരുന്നത്. കോണ്ടന്റ് വേണം, അഫ്കോഴ്സ് കോണ്ടന്റ് വേണം, ബട്ട് ഹൗ യു തിങ്ക് ആൻഡ് ഹൗ യു എക്സ്പ്രസ് തിങ്സ് എഫക്റ്റീവ്ലി ആൻഡ് ക്രിയേറ്റീവ്ലി, അതാണ് അവിടെ വരുന്നത്. പിന്നെ ക്ലാരിറ്റിയും പ്രിസിഷനും വേണം. ഒരു സിംഗുലർ നറേറ്റീവ് ലൈനിലൊക്കെ നമുക്കൊരു സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. നമ്മൾ വളരെ കാട് കയറി ഒത്തിരി കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയണം. പിന്നെ സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ആയിരിക്കണം. നമുക്ക് കോണ്ടന്റ് അറിയാം, നമുക്ക് നല്ല ഐഡിയാസ് ഉണ്ട്, നമ്മൾ നല്ലോണം തിങ്ക് ചെയ്യുന്നുണ്ട്, വി നോ ലോഡ് ഓഫ് തിങ്സ്. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഇല്ല. അവിടെ ഇവിടെ എന്തൊക്കെയോ കാര്യം വലിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? ഒരിക്കലും സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ നമുക്ക് വേണം. പിന്നെ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്, എന്തെങ്കിലും ഒരു ലൈക്ക് തോട്ട്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയാവുന്ന ഒരു എലഗന്റ് ആയിട്ടുള്ള വേർഡ്സ്, നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു കോട്ട്സ് പോലെയോ അല്ലെങ്കിൽ എമിനന്റ് പേഴ്സണാലിറ്റീസിൻ്റെ എന്തെങ്കിലും സ്പീച്ചിൽ നിന്നൊക്കെ വന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം പറ്റണം എസ്സേയിൽ. അപ്പം ഇതൊക്കെയാണ് ആക്ച്വലി കോർ പാരാമീറ്റേഴ്സ്. UPSC ഇവാലുവേറ്റ് ചെയ്യുന്ന ഈ കോർ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ദീസ് ആർ ദ തിങ്സ് വിച്ച് UPSC ഇവാലുവേറ്റ്സ് ഇൻ എസ്സേ. നെക്സ്റ്റ് ഈസ്, ഇപ്പം നമുക്ക് ഒരുപാട് ഫിലോസഫിക്കൽ എസ്സേസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കോണ്ടന്റ്, എക്കണോമിക് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ പൊളിറ്റി പെർസ്പെക്റ്റീവ് അങ്ങനത്തെ എസ്സേയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഒരു ലൈക്ക് വിച്ച് മീൻസ് ലൈക്ക് ഒരു വളരെ എന്താണ് ഫിലോസഫിക്കൽ കൈൻഡ് ഓഫ് എസ്സേസ് ആണ്. കണ്ടംപററി ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ ഐഡിയ വേണം. ആക്ച്വലി ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ UPSC ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് മാറി ഒരു വൈഡായിട്ട് ഉള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റിയും ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങി പോവാണ്ട് കുറച്ചും കൂടി കണ്ടംപററി നമ്മുടെ പുറലോകമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളും നമ്മുടെ ആസ്പിറൻസ് പുറലോകമായിട്ട് എത്രത്തോളം അവർക്ക് ഡെപ്ത് ഉണ്ട് അല്ലെങ്കിൽ നോളജ് ഡെപ്ത് ഉണ്ട് എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ UPSC പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നത്. സോ UPSCയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതും അങ്ങനത്തതാണ് ഫിലോസഫിക്കൽ എസ്സേസ്, വിച്ച് മീൻ ഇവിടെ പറയുന്നത് പോലെ ആക്ച്വലി ചലഞ്ചിങ് കാൻഡിഡേറ്റ്സ് ടു ലുക്ക് പാസ്റ്റ് സിമ്പിൾ ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻസ്. കാരണം ഇങ്ങനെ സിമ്പിളായിട്ട് ആക്ച്വലി ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ഫിലോസഫിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലും ലൈക്ക് അവരുടെ തിങ്കേഴ്സിൻ്റെ എന്തെങ്കിലും തോട്ട്സും കോൺസെപ്റ്റ്സും വെച്ചിട്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് എസ്സേ കൂടുതലുമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ UPSC ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊപ്പം UPSCക്ക് ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യുക തന്നെ വേണം. പിന്നെ നമുക്ക് 2 എസ്സേ ആണുള്ളത് അല്ലേ. അപ്പോൾ 2 എസ്സേ 250 മാർക്സിന് നമുക്ക് 2 എസ്സേ ഉണ്ട്. അപ്പോൾ 2 എസ്സേ നമുക്ക് ഒരു എസ്സേക്ക് നമുക്ക് 1.5 മണിക്കൂർ വിച്ച് മീൻസ് 90 മിനിറ്റ്സ് ആണ് നമുക്ക് ഒരു എസ്സേക്ക് നമുക്ക് ഡിവോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 90 മിനിറ്റ് നമുക്ക് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ്സ് യു ഹാവ് ടു പ്ലാൻ ആൻഡ് സെറ്റപ്പ്. അപ്പം നമുക്ക് ആ എസ്സേ വായിക്കുമ്പോൾ അതിൻ്റെ കീവേഡ്സ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്താണ് ആ എസ്സേ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിലോസഫിക്കൽ എസ്സേ ആണോ അല്ലെങ്കിൽ എക്കണോമിക് പെർസ്പെക്റ്റീവ് ആണോ, പൊളിറ്റി പെർസ്പെക്റ്റീവ് ആണോ, ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് ആണോ, അങ്ങനെ എന്താണ് ആ എസ്സേ ഒന്ന് മനസ്സിലാക്കിയ കീവേഡ്സ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കണ്ടന്റ് ഒക്കെ ഒന്ന് മൈൻഡ് മാപ്പ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിൻ്റെ സൈഡിൽ ഒരു സൺ ഡയഗ്രാം ഒക്കെ ചോദിക്കും ഇന്ന പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. അങ്ങനത്തെ രീതിയിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് നിങ്ങൾക്കൊന്ന് സ്ട്രക്ചർ ചെയ്ത് മീൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് എസ്സേയിൽ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. 15 മിനിറ്റ്സ്, അത് 15 മിനിറ്റിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. പിന്നെയുള്ള 60 മിനിറ്റ്സ് പീക്ക് കൺസ്ട്രക്റ്റീവ് റൈറ്റിംഗ് ആണ്. ഈ നിങ്ങൾ പ്ലാൻ ചെയ്ത ടോപ്പിക്സും എല്ലാം വെച്ചിട്ട് നല്ല പോലെ എഴുതുക. 60 മിനിറ്റ് 1 മണിക്കൂർ കണ്ടിന്യൂസ് റൈറ്റിംഗ് ആയിരിക്കണം. ദെൻ
ആ കഴിഞ്ഞിട്ടുള്ള 15 മിനിറ്റ് ആഫ്റ്റർ 50 ഏകദേശം 1.25 മണിക്കൂർ അപ്പോഴത്തേക്ക് തീർന്നു. ബാക്കിയുള്ള 15 മിനിറ്റ് ഒരു ഫൈനൽ റിവ്യൂ ആൻഡ് പോളിഷ്, വിച്ച് മീൻ നമുക്ക് എന്തെങ്കിലും കുറച്ച് ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും തെറ്റിപ്പോയോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കുറച്ച് എക്സാമ്പിൾസ് ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോറീസ് ആഡ് ചെയ്യണോ. നമ്മുടെ എസ്സേയിൽ നിങ്ങൾക്ക് സ്റ്റോറീസ് ആഡ് ചെയ്യാം, ലൈഫ് എക്സ്പീരിയൻസസ് ആഡ് ചെയ്യാം, ചെറിയ കുഞ്ഞു ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കും. ഒത്തിരി ഡയഗ്രാംസ് ഒന്നും വരയ്ക്കണ്ട, അങ്ങനെ വരയ്ക്കുന്ന നമുക്ക് മാർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുഞ്ഞു കുഞ്ഞു ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കാം. ബിക്കോസ് നിങ്ങളുടെ എസ്സേ വായിക്കുന്ന ഒരാൾക്ക് വാവ് അടിപൊളി എസ്സേ, ഇതിന് നല്ല മാർക്ക് കൊടുക്കാം എന്ന് തോന്നണം. അതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് എസ്സേയിൽ. ഇപ്പോൾ 125 മാർക്സ് ആണ് ഒരു എസ്സേക്ക്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എസ്സേക്ക് മാത്രം നമുക്ക് ഒരു 85-നും 100-നും ഇടയ്ക്ക് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങളുടെ ഹോൾ മെയിൻസ് മാർക്കിനെ തന്നെ മാറ്റിമറിക്കും. ഓക്കെ, അപ്പം ഇതാണ് 90 മിനിറ്റ് സ്ട്രാറ്റജി. ഇപ്പോൾ നെക്സ്റ്റ് ഈസ് സ്ട്രക്ചറിങ് ആൻഡ് നമ്മൾ എങ്ങനെ സ്ട്രക്ചേർഡ് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. നമുക്കിത് എങ്ങനെയൊക്കെ ഒന്ന് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കീവേഡ്സ് ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പം എന്തൊക്കെയാണ് ടോപ്പിക്ക് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കീവേഡ്സിനെ അനലൈസ് ചെയ്തിട്ട് എന്താണോ എസ്സേ പറയുന്നത്, നിങ്ങളോട് UPSC എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതൊന്ന് സ്ട്രക്ചർ ചെയ്യണം. സെക്കൻഡ് തിങ് ഈസ് ഐസൊലേറ്റ് മെസ്സേജ്. നിങ്ങളുടെ ഇതിലെ സെൻട്രൽ തീം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ എല്ലാ പാരഗ്രാഫും ആ തീമിൽ തന്നെ നിൽക്കണം. കാരണം നമ്മൾ തുടങ്ങും, ഇന്ന കാര്യത്തിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് അവസാനം എത്തുമ്പോൾ നമ്മൾ ആദ്യം എഴുതിയിട്ട് യാതൊരു ബന്ധവും കാണില്ല. അതൊരു ഭയങ്കര അട്ടർ നോൺസെൻസ് ഒക്കെ, നമുക്ക് വളരെ വലിയ മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം UPSC ഡിമാൻഡ് ചെയ്യുന്നത് UPSC ചോദിച്ച എസ്സേ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെ ആ തീം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം. ഒരിക്കലും ആ തീമിനെ വിട്ട് അല്ലെങ്കിൽ ഡീവിയേറ്റ് ആയി പോകാൻ പാടില്ല. അതാണ് ഐസൊലേറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഈസ് പ്ലാൻ കൗണ്ടർ വ്യൂസ്. കൗണ്ടർ വ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എഴുതി എന്തെല്ലാം ക്രിറ്റിസിസം വരാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു പോയിന്റിൽ എന്തെല്ലാം പെർസ്പെക്റ്റീവ് വരാം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഞാൻ എഴുതിയാലോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്താലോ ഇതിൻ്റെ ഒരു കൗണ്ടർ തോട്ട്സ് എന്തൊക്കെയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു എന്തായിരിക്കും, ഇപ്പം ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്ന കോൺസിക്വൻസസ്, അല്ലെങ്കിൽ കൗണ്ടർ ഇഫക്ട്സ് എന്തൊക്കെയായിരിക്കും, നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഐഡിയാസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഇഫ് യു വോണ്ട് ടു ബിക്കം എ സിവിൽ സർവൻറ്റ്, തിങ്ക് ലൈക്ക് എ സിവിൽ സർവൻറ്റ് ആൻഡ് ബിഹേവ് ലൈക്ക് എ സിവിൽ സർവൻറ്റ് എന്ന് പറയുന്ന പോലെ. അപ്പം നിങ്ങൾ ബ്യൂറോക്രാറ്റിക് വ്യൂ പോയിന്റ് നിന്ന് ഞാൻ ഇന്ന പെർസ്പെക്റ്റീവ് ആണെങ്കിൽ സോ ആ പെർസ്പെക്റ്റീവിനെ കൗണ്ടർ എന്തൊക്കെ വരാം അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാൻ പറ്റും എസ്സേ. സിമെട്രിക് എസ്സേ ആർക്കിടെക്ചർ. സോ ആദ്യം വരേണ്ടത് എന്താണ്, ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. വളരെ നീറ്റായിട്ടും എന്തെങ്കിലും നമുക്ക് കോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഒരു വളരെ എൻഗേജിങ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്മോൾ ഇൻട്രോ കൊടുക്കാം. ദെൻ ഒരു കോർ ബോഡിക്കകത്താണ് നമ്മുടെ പല എന്താണോ തീം അതിൽ വരേണ്ടത്, എന്താണോ UPSC ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഇതിനകത്ത് വരണം. ദെൻ കൺക്ലൂഷൻ നമ്മൾ എഴുതിയതിനെ മുഴുവനുമായിട്ട് പിന്നെ ഒരു വേ ഫോർവേഡ് പോലെയോ അല്ലെങ്കിൽ സമ്മറൈസിങ് പോലെയോ പിന്നെ എന്തെങ്കിലും ഒരു നിങ്ങളുടേതായിട്ടൊരു പെർസ്പെക്റ്റീവും ഡിപ്പെൻഡ് അപ്പോൺ ദി എസ്സേ ബന്ധപ്പെട്ടിരിക്കും, നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സിമെട്രിക് എസ്സേ ആർക്കിടെക്ചർ. ഇപ്പം നെക്സ്റ്റ് ഈസ് ഡിമെൻഷണൽ എക്സ്പാൻഷൻ മെട്രിക്സ്. ഫസ്റ്റ് വൺ ഈസ് വെർട്ടിക്കൽ ആണ്, മൈക്രോ ടു മാക്രോ സ്കെയിൽ. അത് നമ്മുടെ കോർ ടോപ്പിക്കിനെ അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു സോഷ്യൽ സർക്കിൾസ് അനാലിസിസ് ലൈക്ക് ഇൻഡിവിജ്വൽ ലെവൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ആ ടോപ്പിക്കിനെ. പിന്നെ ഫാമിലി, ഇമ്മീഡിയറ്റ് കമ്മ്യൂണിറ്റി, ബോർഡർ, നാഷണൽ, ഗ്ലോബൽ, അങ്ങനത്തെ രീതി നമുക്കൊരു കുറച്ചും കൂടി ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ ഇൻഡിവിജ്വൽ തുടങ്ങി ഗ്ലോബലി ആ തീം എങ്ങനെ പോകുന്നു, അതെങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്, എങ്ങനെയാണ് ആ ഒരു തീം ഉദ്ദേശിക്കുന്നതിനും കുറച്ചും കൂടി ഒരു ചെറുതിൽ നിന്ന് മൈക്രോ നിന്ന് മാക്രോയൊക്കെ നമ്മൾ സ്കെയിലിംഗ് അപ്പ് ചെയ്യണം. പിന്നെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞത് മൾട്ടി ഡിസിപ്ലിനറി അനാലിസിസ് ആണ്. ഇപ്പം നിങ്ങളൊരു എസ്സേ എടുക്കുമ്പോൾ അതിനെ നമ്മുടെ മറ്റ് ഡിസിപ്ലിനറിയും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ട് ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ, എങ്ങനെയാണ് സോഷ്യോ എക്കണോമിക്, ഇക്കോളജിക്കലി, എത്തിക്കൽ, ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പോൾ നമ്മുടെ കുറേ സബ്ജക്ട്സ് അവിടെ കയറി വരുന്നുണ്ടല്ലേ, GS സബ്ജക്ട്സ്. അപ്പോൾ എല്ലാ ആസ്പെക്റ്റും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഡിമെൻഷൻസും നമ്മൾ എന്ത് ചെയ്യണം, ആ എസ്സേയിൽ കവർ ചെയ്യാൻ പറ്റണം. ആ എസ്സേ എന്തിനെ കുറിച്ചാണോ ചോദിക്കുന്നത്,
സ്മോൾ സ്കെയിൽ ടു അപ്പർ സ്കെയിൽ, വിച്ച് മീൻസ് ഒരു ഇൻഡിവിജ്വൽ തുടങ്ങി നമ്മൾ ഗ്ലോബലി എത്തുകയാണ് അതിൻ്റെ ബസ്. അതേപോലെ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, എക്കോളജിക്കൽ എന്തൊക്കെ ആയിക്കോട്ടെ, ആ രീതി നമുക്കിത് കൊണ്ടുവരാൻ പറ്റണം. നെക്സ്റ്റ് ഈസ് നമ്മുടെ GS-മായി ബന്ധപ്പെട്ട് എങ്ങനെ എസ്സേ ഒക്കെ വരാം, അതാണ് ഇവിടെ പറയുന്നത്. GS നമുക്ക് ഹിസ്റ്ററി, സൊസൈറ്റി ഉണ്ട്, പോളിറ്റി, ഗവർണൻസ്, ഇക്കണോമിക്, ടെക്നോളജി, എൻവയോൺമെന്റ്, എത്തിക്സ് ആൻഡ് ഫിലോസഫി. അപ്പോൾ ഈ ഒരു ഏരിയാസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എസ്സേ എപ്പോഴും വരാറുണ്ട്. ലൈക്ക് സോഷ്യോ കൾച്ചറൽ മൂവ്മെന്റ്സ്, ഡെമോക്രാറ്റിക് മെഷീനറി, ഗ്രോത്ത് മെട്രിക്സ്, അങ്ങനെ നമുക്ക് ഇത് ഓരോ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ ഇങ്ങനെ ജസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ, ബുദ്ധ, റൈറ്റ് ഇൻഫോർമേഷൻ, പിന്നെ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെ നമുക്ക് എന്താണ് എസ്സേസ് ഒക്കെ നമുക്ക് നമ്മുടെ മറ്റ് സബ്ജക്റ്റുമായി നമ്മുടെ എസ്സേ, അപ്പോൾ നമ്മൾ ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ, ഈ GS എല്ലാം പഠിക്കുമ്പോൾ നമുക്ക് എസ്സേ നമുക്ക് എന്താണിത് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ലെവറേജിങ് GS ടൂൾ കിറ്റ്. ആൻഡ് ഫൈനലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളൊരു ബാലൻസ്ഡ് തിങ്കിങ് കൾട്ടിവേറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലേ, ലൈക്ക് ഇവിടെ കണ്ടോ ഈ ഒരു പിക്ചറിൽ ആക്ച്വലി ഒരു ഈ ഒരു പ്ലേസിലേക്ക്, ഒരു പാലസിലേക്ക് പോകാൻ നമുക്കൊരു ഒരു പാത്ത് ഉള്ളതുപോലെ നമ്മൾ നമ്മുടെ എസ്സേയിലേക്ക് എത്തുന്ന ഒരു പാത്ത് നമ്മൾ കൊടുക്കണം. കാരണം ഒരു ബയാസ്ഡ് പൊസിഷൻസോ ഒരു ബയാസ്ഡ് ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ എന്താണ് UPSC വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് ആണ്. ഇതിന് ഈ കുട്ടിക്ക് എന്താ ഒരു സ്ഥിരമായിട്ടൊരു ആ കുട്ടിയുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ ആ കുട്ടിയുടെ പെർസ്പെക്റ്റീവിന് ഒരു കൺസിസ്റ്റൻസി ഇല്ലല്ലോ, എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണല്ലോ, ഇതെന്താ ഇങ്ങനെ, ആ ഒരു തോട്ട് വരരുത് UPSC ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ ബയാസ്ഡ് ആവരുത്, ബട്ട് ന്യൂട്രൽ ആ, ബട്ട് നമ്മുടെ വ്യൂ പോയിന്റ്സും നമ്മുടെ എന്താണ് നമ്മുടെ തോട്ടിലൊക്കെ നമ്മൾ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. സ്റ്റേറ്റ് ദ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക, ആർഗ്യുമെന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക, അത് എഗെയിൻസ്റ്റ് ആയിക്കോട്ടെ ഫോർ ആയിക്കോട്ടെ. പിന്നെ എന്താണ് ഒരു കൺസ്ട്രക്റ്റീവ് ഓൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ RTA എടുക്കുകയാണെങ്കിൽ, ഇപ്പം RTA നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല, അതൊക്കെ ഒരു പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും? അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവ് നമുക്ക് പല കാര്യങ്ങൾ എസ്സേസ് വരാം. അപ്പം നമുക്ക് എന്താണ് ആ എസ്സേയിൽ പറയുന്ന ഒരു പ്രോബ്ലം, കൺസ്ട്രക്റ്റീവ് പ്രോബ്ലം പറയുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പറയാം, ഫോർ പറയാം, എന്താണെങ്കിൽ തന്നെ നമ്മുടെ വ്യൂ പോയിന്റ് ഉറച്ചു നിൽക്കണം. ഈ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് എപ്പോഴും എന്താണ്, അത് ഒരു മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് നിങ്ങൾക്ക് വന്നാൽ കൂടി നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു കാര്യം പറയാം. നമുക്ക് വ്യൂ പോയിന്റ്സ് വരാം, ഒരു എക്സ്ട്രീം ആയിട്ടുള്ളതും ഭയങ്കര ബയാസ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള വ്യൂ പോയിന്റ്സ് എടുക്കാണ്ടിരിക്കുക. വളരെ എന്താണ് ന്യൂട്രൽ ആയിട്ടോ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെയും അത് ബാലൻസ്. ഇപ്പോൾ ഞാൻ പേപ്പർ നോക്കുമ്പോൾ ഇതെന്താ കുട്ടിക്ക് സ്ഥിരതയില്ലെന്ന് തോന്നാത്ത രീതിയിൽ, ഓക്കെ, ഇങ്ങനെ പല പല വ്യൂ പോയിന്റ്സ് ഉണ്ടെങ്കിലും ഹി ഹാസ് കം ടു എ കൺക്ലൂഷൻ, ഒരു പെർഫെക്റ്റ് കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട്, അല്ലെ, ഓക്കെ എന്ന രീതി നമുക്ക് തോന്നാൻ പറ്റണം. Then pitfalls and best practices, common mistake. ടോപ്പിക് ചെയ്ത് എപ്പോഴും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതും ചുമ്മാ റിപ്പീറ്റേറ്റീവ് ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നതായിട്ട് ഒരു ഇൻകംപ്ലീറ്റ് കൺക്ലൂഷൻസ് ഒക്കെയാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതൊരു കോമൺ മിസ്റ്റേക്സ്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. സ്ട്രാറ്റജിക് ഡൂസ് എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക, നല്ല രീതിയിൽ പാരഗ്രാഫൊക്കെ സ്ട്രക്ചർ ചെയ്ത് ആ രീതിയിൽ പോവുക. ക്രിട്ടിക്കൽ ഡോൺസ് എന്ന് പറയുന്നത് എക്സസീവ് ഡേറ്റ ഡംപിങ് വേണ്ട. ലൈക്ക് ഈ ഇമോഷണൽ പൊളിറ്റിക്കൽ ബയാസ്ഡ് ആർഗ്യുമെന്റ്സ് എന്നൊക്കെ കുറച്ച് മാറി നിന്നിട്ട് എക്സസീവ് ആയിട്ടുള്ള കോണ്ടന്റ് ഡേറ്റ ഡംപിങ്ങും അല്ല UPSC ഉദ്ദേശിക്കുന്നത്. UPSC ഈസ് ഓൾ അബൌട്ട് ടെസ്റ്റിംഗ് യുവർ തിങ്കിങ് കപ്പാസിറ്റി, ഹൗ യു തിങ്ക് വൈഡ്ലി, വാട്ട് ആർ യുവർ പെർസ്പെക്റ്റീവ്സ്. ഇതൊക്കെയാണ് ശരിക്കും UPSC ഒരു എസ്സേയിൽ ചോദിക്കുന്നത്. UPSCക്ക് കണ്ടന്റ്, ഇപ്പം നിങ്ങൾക്ക് എത്ര കോണ്ടന്റ് ഉണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ UPSC ഓൾറെഡി നമുക്ക് അല്ലാതെ GS പേപ്പേഴ്സ് തരുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ ഫിലോസഫിക്കൽ ഐഡിയാസും നിങ്ങളുടെ എത്തിക്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും UPSCക്ക് ഒരു പേപ്പർ ഉണ്ട്. അതേപോലെ നിങ്ങളുടെ ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കണോമി, ഈ കോണ്ടന്റ് ഒക്കെ അനലൈസ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും വേറെ GS പേപ്പേഴ്സ് ഉണ്ട്. നമ്മൾ ഇതേ കണ്ടന്റ് എല്ലാം എടുത്ത് നമ്മൾ എസ്സേ കൊടുക്കേണ്ട കാര്യമില്ല. എസ്സേ ഈസ് ഓൾ അബൌട്ട് ക്രിയേറ്റീവ് തിങ്കിങ്, ഹൗ യു തിങ്ക്,
ഹൗ യു തിങ്ക് പെർഫെക്റ്റ്ലി ആൻഡ് ഹൗ യു തിങ്ക് യുവർ അല്ലെങ്കിൽ ഹൗ എക്സ്പ്രസ് യുവർ തോട്ട് ബ്യൂട്ടിഫുള്ളി. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ UPSC ആഗ്രഹിക്കുന്നത്. സോ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഈ 140+ മാർക്ക് essayക്ക് വാങ്ങിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ക്യാൻ യു തിങ്ക്? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നല്ലോണം ചിന്തിക്കുന്ന ആളാണോ? ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ആളാണോ? ഓവർ തിങ്കിങ് അല്ല കേട്ടോ, ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ആളാണോ? അതാണ് നമുക്ക് വേണ്ടത്. സോ UPSC നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി അല്ല ചെയ്യുന്നത്, ഹൗ ക്ലാരിറ്റി യുവർ മൈൻഡ് ഈസ്. നിങ്ങൾ ഒരു പ്രോബ്ലം നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു പ്രശ്നം കൊണ്ടുവന്നാൽ, നിങ്ങൾ ആ പ്രശ്നം എങ്ങനെ നേരിടുന്നു, അത് എങ്ങനെയാണ് വേണ്ടത്, അതാണ് ആക്ച്വലി വേണ്ടത്. നമ്മുടെ UPSC ഇവാലുവേറ്റ് ഹിയർ തിങ്കിങ് പ്ലസ് സ്ട്രക്ചർ പ്ലസ് കോണ്ടെക്സ്ച്വൽ എക്സാമ്പിൾസ് പ്ലസ് ഫ്ലൂയിഡ് ട്രാൻസിഷൻസ് വിച്ച് ഈസ് ഗിവിംഗ് 140+ മാർക്സ്. ഇതിൻ്റെ എല്ലാം ആണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഉള്ളൊരു മിക്സ് ആണ്. തിങ്കിങ് plus structure plus contextual examples plus fluid transitions which gives you 140+ marks in essay. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങൾ ഒരു essay എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 140+ മാർക്സ് കിട്ടിയിരിക്കും. അത് ഗ്യാരണ്ടീഡ് ആണ് അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ മെയിൻസ് പ്രിപ്പറേഷൻസ് ചെയ്യുക. essay ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് 140+ മാർക്സ് നിങ്ങൾക്ക് essay കിട്ടും. അതുവഴി നിങ്ങൾക്ക് നല്ല ഒരു റാങ്കും സിവിൽ സർവീസിൽ കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന റാങ്ക് നിങ്ങൾക്ക് സിവിൽ സർവീസിൽ കിട്ടുന്നതായിരിക്കും. സോ that's all. See you. Bye. Be positive. Be happy. Thank you.